ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനം മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ഇന്ന് ഇത്രയും കറിവേപ്പില വെച്ചിട്ട് ഒരു അടാർ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 10 നാരകത്തിന്റെ ഇല കൂടി എടുത്തിട്ടുണ്ട്. അത് കഴുകിയത് കാരണം ബാക്കിയെല്ലാം അടിയിലായി പോയി, 4 മാത്രമേ ഉള്ളൂ മേളില്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം 100 ഗ്രാം അളവോളം ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകുമാണ്. നമ്മളിവിടെ കാശ്മീരി ചില്ലിയുടെ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അത് സാധാ ചില്ലിയുടെയും എടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് പരിപ്പ്, ഉഴുന്ന്, കുരുമുളക് എന്നിവയാണ്. ഇതും ഏകദേശം 100 ഗ്രാമിനടുത്ത് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് 50 ഗ്രാമോളം വാളംപുളിയാണ്. അതിങ്ങനെ അല്ലികളായിട്ട് അടർത്തി അടർത്തി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇത് വെള്ളമൊക്കെ വറ്റി ഉണങ്ങിയ തേങ്ങ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഏകദേശം 5 തേങ്ങ ഉണ്ടായിരുന്നു ഇത്. നമ്മൾ സാധാരണ തേങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് കായത്തിന്റെ പൊടിയാണ്. കായത്തിന്റെ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചിടാൻ പറ്റുന്ന ഒരു പാത്രത്തിലായിരിക്കണം നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടത്. ആദ്യം പാത്രം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. അതിനുശേഷം അതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വറുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ സമയം തന്നെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുറച്ചു നേരം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിലെ മിക്ക ദിവസവും വൈകിട്ട് കഞ്ഞി കുടിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. കഞ്ഞിയും പയറും അക്കൂട്ടത്തിൽ ചമ്മന്തിപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ അല്ലേ കഴിക്കാനായിട്ട്. ചമ്മന്തിപ്പൊടി അതിന്റെ ശരിയായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ എത്ര കൂടുതൽ ഉണ്ടാക്കിയാലും എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരുന്നോളും. അല്ലെങ്കിൽ ചിലപ്പോൾ കനച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. തേങ്ങ ഒന്ന് ചെറുതായി ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ കറിവേപ്പിലയും നാരങ്ങയുടെ ഇലയും കൂടെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ എപ്പോഴും അടി മുതൽ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കുകയും ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ കുറച്ചു നേരം നിർത്തി വെച്ചിട്ടൊക്കെ ഇളക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേങ്ങ കരിഞ്ഞു പോകും. മറ്റുള്ള സാധനങ്ങളൊന്നും അങ്ങനെ മൂത്ത് വരത്തുമില്ല. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് മാത്രമാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം. കറിവേപ്പിലേക്ക് ഒന്ന് ഡ്രൈ ആയി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഈ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പൊ തീ ഓഫ് ചെയ്യാനുള്ള കറക്റ്റ് പാകമായിട്ടുണ്ട്. ഓവറായിട്ട് ഇത് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ കുറവാണെന്നുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. ഇനി ഈ സമയത്ത് തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കായവും കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഒത്തിരി അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് പൊടിയുന്നതിനൊക്കെ നല്ലത് കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. എന്റെ ബ്രദർ നാസറിന്റെ വകയാണ് ഇന്നത്തെ ചമ്മന്തിപ്പൊടിയുടെ പ്രിപ്പറേഷൻ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ കളറൊന്നും അല്ല കേട്ടോ. നല്ല അടിപൊളി ഒരു ബ്രൗൺ കളറാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ കഞ്ഞിയൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവർ ഇതൊന്നും ഉണ്ടാക്കാനും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.